ഇന്നലെ വിജയദശമിയുടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടമായിരുന്നു. ഇന്നലെ അനിയത്തിയുടെ മോക്ക് എഴുത്തിനെടുത്തുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സരസ്വതി മണ്ഡപത്തിലെത്തി എഴുത്തിനൊക്കെ ഇരുത്തി വയമ്പ് പറയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് മേലാങ്കോട് വന്ന് ബുക്കൊക്കെ എടുത്ത് അവിടുന്ന് നേരെ ഡാൻസ് സ്കൂളിൽ മേലാങ്കോട് ബുക്ക് എടുക്കണമെന്ന് എനിക്ക് വീഡിയോ ഫോട്ടോ ഓട്ടമായിരുന്നു കേട്ടോ. ഭയങ്കര ഓട്ടമായിരുന്നു. നേരെ 9 മണിക്ക് ഡാൻസ് ക്ലാസ്സിൽ വന്നിട്ട് അവിടെ ചിലങ്ക പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ എല്ലാം ഒന്നിന്ന് എല്ലാം ചെയ്ത് അവർ കളിച്ച് ഇത്രയും ദിവസം കളിച്ച ഡാൻസും അതെല്ലാം ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങി. അതായത് നമ്മളെ കളിപ്പിച്ച് നോക്കുകയും പിന്നെ ടീച്ചർക്ക് ദക്ഷിണ കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 11 മണിയായി ഡാൻസ് സ്കൂളിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ ഒരു വാങ്ങി കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നപ്പോൾ വിശന്നിട്ട് വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത്, കാരണം പൂജപ്പുരയൊക്കെ രണ്ടിടത്ത് ഊണ് കൊടുക്കുന്നുണ്ട്, കഞ്ഞി കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് പോയി കഴിക്കാനുള്ള ത്രാണിയില്ലാത്തത് വീട്ടിൽ നിന്ന് പിന്നെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഞങ്ങൾ കാവടിയൊന്നും കാണാൻ നിന്നില്ല. എനിക്ക് കാവടിയും കാട്ടിലും എനിക്ക് ഭഗവാൻ അഭിഷേകം ചെയ്യണതും അതേപോലെ തന്നെ കാവടി സ്വാമി തിരിച്ചു പോണതും ആണ് എനിക്ക് ഭയങ്കര ഒരു ഇത്. അപ്പം ഞാൻ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ലാസ്റ്റ് 2 കാവടിയും കയറി. അപ്പോഴത്തേക്കും ശൂല ഊരണത് അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത്, പിന്നെ അഭിഷേകം ഉണ്ടായിരുന്നു. അഭിഷേകം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ പൂജകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുമാരസ്വാമി തിരിച്ച് ഒരു 4:30 ആയപ്പോഴത്തേക്കും തിരിച്ച് നേരെ ഇവിടുന്ന് പോണത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് അരിശല പോയിരിക്കുന്നത്. അപ്പം ആ പള്ളിവേട്ട എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോയി. പിന്നെ അവിടെ നിന്ന് എനിക്ക് വീട്ടിൽ പോയതിനു ശേഷം പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും രാത്രി 10-11 മണിയായി. അങ്ങനെ ഓട്ടത്തോടോട്ടമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുതേ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ വീണ്ടും കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു.